give you my heart. ചാലഞ്ച് ഇന്ന് കുറച്ച് എക്സ്ട്രീം ചാലഞ്ച് എന്ന് പറയാം. കാരണം ഞങ്ങൾ ലേഡി ഗാഗയുടെ ലുക്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. സോ ലേഡി ഗാഗ എവിടെ കിടക്കുന്നു, ഞങ്ങൾ എവിടെ കിടക്കുന്നു. പക്ഷെ ഇതൊരു രസമല്ലേ? ഞാനും അനുകൂലും ആരാണ് ഏറ്റവും ഭംഗിയില്ലേ ലേഡി ഗാഗന്റെ ഈ ലുക്സ്. 4 ലുക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ 2 ലുക്ക് ഞാൻ ചെയ്യും, 2 ലുക്ക് അനു ചെയ്യും. അപ്പൊ ആരാ ഏറ്റവും അടിപൊളിയായിട്ട് ഈ ലുക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചെയ്യാൻ നോക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചാലഞ്ചിന്റെ ഇടയിൽ അധികം സംസാരിക്കുന്നില്ല. കാരണം കുറെ ലെങ്ത് ഒരു വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻ ബിറ്റ്വീൻ ഞാൻ സംസാരിക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ലുക്ക് ഇതാണ്. സോ അത് ഞാൻ മുഖത്തുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് സോ എന്റെ മിസ്റ്റേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് റിമൂവർ ഗാർണിയറിന്റെ ആണ്. തീരാനായി നല്ലതാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാം. ഞാൻ ഇതിനെക്കാട്ടും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് മുഖം കഴുകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താണ്. എന്നിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചറൈസർ കുറച്ചായിട്ട് ഇരുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ മുഖം കഴുകാൻ പെട്ടെന്ന് ലിപ്സ്റ്റിക് മുളക് പോയി. ശരിക്കും സാധനം ഞാൻ നമ്മൾ പെയിൻ പ്രൊമോഷൻ അതല്ല, ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ നല്ലതാണ്. ഞാൻ കുറെ സാധനം ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റ് പുതിയ ഒന്ന് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്സ് എന്താ പറയാ, ഞാനിങ്ങനെ എന്തെങ്കിലും പൈസ നൈക്കാലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കില്ലേ. അപ്പം ഇതിൽ പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കളക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വാങ്ങുന്ന ഒരു സ്വഭാവം. അപ്പം അതുകൊണ്ട് കുറെ സാധനം ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ശരിക്കും പറയാം, ഓണസ്റ്റ് റിവ്യൂസ് കുറെ തരാൻ പറ്റും. കണ്ടോ എന്റെ മേക്കപ്പ് മുകളിൽ പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ ലേഡി ഗാഗ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഭയങ്കര ഡിഫറെന്റ് അല്ലേ. എന്റെ ഇത്രയ്ക്കും ഗ്ലിറ്റർ ഒന്നുമില്ല. ലൈക്ക് പിഗ്മെന്റഡ് ഐ ഷാഡോസ് ഉള്ളവർക്ക് നല്ല ഹുദ ബ്യൂട്ടിന്റെ റോസ് ഗോൾഡ് കളക്ഷനിലൊക്കെ നല്ല ഗോൾഡ് ഷിമർ ഉണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ലുക്ക് ഈസി ആയിരിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുഖത്ത് കുറച്ച് ഗ്ലിറ്റർ ലുക്ക് വേണം. എന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് വിക്ടോറിയ സീക്രട്സിന്റെ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിട്ട് ഗിൽച്ചിലാവും മുഖത്ത്. നമ്മൾ ഇടുന്ന സ്ഥലം നല്ല ഷൈനി ആയിരിക്കും. മനസ്സിലാവില്ലേ? സോ കണ്ടോ ഗിൽറ്റുണ്ട്. ഓക്കെ, എന്തായാലും അതൊരു ബേസ് ചെയ്തോ. കുറച്ച് ഗിൽറ്റ് ആദ്യം ഞാൻ ഇട്ടുണ്ട്. നല്ല മണോ. സോ നെക്സ്റ്റ് ലെറ്റ്സ് ഇത് ഒരു ഡാർക്ക് ലുക്ക് ആണ്. അപ്പൊ നമുക്ക് അധികം കൺസീലർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇടാണ്. അതിലൊരു ടാൻ ലുക്കാണ് ലേഡി ഗാഗ ചെയ്തത്. അപ്പൊ നമുക്ക് ടാൻ ലുക്ക് എത്താം. ഞാൻ എന്റെ ഫൗണ്ടേഷൻ ഫസ്റ്റ് മാറ്റി. ഓക്കെ, വേഗം നോക്കുന്ന ഒരു ബേസ് കോട്ട് എടുത്തിടാം. ലിപ്സിൽ കുറച്ച് ഫൗണ്ടേഷൻ ആയിക്കോട്ടോ. ഓക്കെ, ആൻഡ് ഈ പിക്ചറിൽ ഒരു സൈഡ് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷേ ഞാൻ 2 സൈഡ് ചെയ്യാം. കാരണം എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തരാം. അതേപോലെ ഫോട്ടോ എടുക്കാൻ മാത്രം കഴിവൊന്നുമില്ല. പറഞ്ഞാൽ ലേഡി ഗാഗ ഇവിടെ കിടക്കുന്നു, നമ്മളവിടെ കിടക്കുന്നു. ബട്ട് നല്ലല്ലേ ഇപ്പം ക്വാറന്റൈൻ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ആവാൻ അല്ലേ. കണ്ടോ, ഞാൻ ഇന്നത്തെ കൺവിൻസ് പോയിട്ടില്ല. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഒരു നമുക്ക് ഇവിടെ നല്ല ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് തന്നെ കടലായിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ ആ ഒരു ഷൈൻ ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, കേട്ടോ. ഇനി നമ്മൾ കുറേ നഷ്ടം. അതിന് മുന്നേ ഞാൻ കോണ്ടൂർ കൂടി ചെയ്യട്ടെ. കോണ്ടൂർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഷീസ് ഡിഫൈൻ പ്രോപ്പർലി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോണ്ടൂർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കോണ്ടൂർ ഭയങ്കര ഇവിടെയൊക്കെ ശരിക്കും കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കാണിച്ചത്. ഞാനും ഡാർക്ക് ആക്കണം. പിന്നെ ഇവിടേക്കൊന്ന് നമ്മുടെ എൻ്റെ തടിയൊക്കെ ഒന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ആ പ്രൊഫൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, സോ അത് ചെയ്തു. ഇനി ഞാൻ കൂടി പിക്ചർ നോക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഓക്കെ നൗ ലേഡി ഗാഗ ഐബ്രോസ് നല്ല ഡാർക്ക് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഡാർക്ക് ആയി. സോ ദിസ് ഇസ് ഇതാണ് എൻ്റെ ഐബ്രോസ് പെൻസിൽ. ഓക്കെ, എനിക്ക് പിഗ്മെന്റഡ് അല്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി പിഗ്മെന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്
ഇതാ ബീച്ച് ഡ്രസ് എടുത്തേ. ഗിഫ്റ്റ് കിട്ടിയില്ല. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗിഫ്റ്റ് നോക്കട്ടെ. ആ ഒരു എനിക്ക് അത് പിഗ്മെന്റഡ് ഗിഫ്റ്റ് ഇല്ല. സോ ഐ യൂസിങ് നോർമൽ നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഓ നോ, ടു മച്ച്. കുറച്ചിട്ട് അതില് ഡാൻസിനൊക്കെ ഓ മൈ ഗോഡ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ മേക്കപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, മേക്കപ്പ് മുഴുവൻ ഓക്കെ നമുക്ക് കിടക്കാം. സോ ഞാൻ ലേഡി ഗാഗ ചെയ്തത് മുടി വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ വെച്ചാൽ she's done like ഹലോ. അപ്പൊ ഉണ്ടല്ലോ, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ലുക്ക് ഏതാന്ന് വെച്ചതാ ഇതാണ്. ഇത് കുറച്ച് എന്താ പറയാ, കണ്ണിനും പിന്നെ ലിപ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ലുക്കാണ്. പിന്നെ നെക്ക് കയറി ഡ്രസ്സാണ് ലേഡി ഗാഗ. അപ്പോൾ ഞാൻ എന്റെ കയ്യിലുള്ള നെക്ക് കയറി ഗൗണാണ് ഇട്ടത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കാൻ ശ്രമിച്ചു നോക്കാം അല്ലേ? ആവോന്നറിയില്ല, ശ്രമമാണ്. കുറച്ച് ഫൗണ്ടേഷൻ ഇടാം. പിന്നെ പ്രൈമർ ഇടാൻ മറന്നു പോയിട്ടോ. സാറിലെ പ്രൈമർ വേണ്ട. പിന്നെ കൺസീലർ ഒക്കെ കൈയാണ്. അത് കഴിഞ്ഞു. ഇവിടെ നോസ് കോൺടോറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ലൈറ്റ് ഷേഡോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് കോൺടോറിംഗ് ചെയ്യുന്നത്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതിന്റെ മുന്നേ ഇതിലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയില്ല. പക്ഷേ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കളർ ഞാൻ തോന്നുന്നു. പക്ഷെ ഡാർക്കായി പോയില്ല. നമുക്ക് വരച്ച ശേഷം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നോസ് കോൺടോറിംഗ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ ഇവരൊക്കെ ആ ഒരു ലുക്ക് വരുന്നത് അത് ചെയ്യണം. ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയടിക്കൽ പെയിൻറ്റുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഐബ്രോസ് ചെയ്യാം. നല്ല തിക്ക് ഐബ്രോസ് ആണ് ലേഡി ഗാഗ അതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയോ ഷിമ്മറൊക്കെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ കയ്യിനകത്തുണ്ട്. നമുക്കുള്ളത് വെച്ചിട്ട് പോലെ ശരിക്കും ഇതിന് ഞാൻ എവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഒന്നും കൂടെ എടുക്കേണ്ടതെന്ന്. ഇത് ഞാൻ കുറച്ച് ആ ഒരു ഐഷാഡോ വെച്ചിട്ട് ഡാർക്കായി തോന്നുന്നു. ഇനി അടുത്തത് നമുക്ക് ഐ മേക്കപ്പ്. എൻ്റെ ആ പിങ്ക് ഷെയ്ഡില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ എൻ്റെ ഉള്ള ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് അത് ഒന്ന് ലിപ്സ്റ്റിക് വെച്ച് ഡാർക്കാക്കാം. സോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുക്കുന്നത് ആദ്യം. ഡെക്കറേറ്റ് ഡാർക്കാവുന്നില്ലല്ലോ. കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ചെയ്യാം. കാരണം എന്നിട്ട് അതിലൊരു പിങ്ക് കളർ ലിപ്സ്റ്റിക്കോ ലിപ് ഗ്ലോസ് ആയിട്ട് വെച്ചിട്ട് കളറാക്കി എടുക്കാം. ഷെയ്ഡ് വെച്ചിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് അത് ഡാർക്കാക്കാം. അത്ര ഡാർക്കാക്കാൻ പാകത്തിനുള്ള ഐഷാഡോ ഇല്ല. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഇല്ല. ഞാനൊരു ഈ ലെവലിൽ വെച്ചിട്ട് നിൽക്കുകയാണ്. അത്ര ഡാർക്കല്ല, ഞാനൊരു കുറച്ച് ലൈറ്റ് ആയിട്ട് ഏകദേശം ആ ഒരു പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനറും മസ്കാരയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവും. ഞാൻ ചർച്ച അടുത്തത് നമുക്ക് ഫേക്ക് ലാഷസ് ആണ് ലേഡി ഗാഗ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ തൽക്കാലം എന്തെങ്കിലും മസ്കാര വെച്ചിട്ട് ഐ ഒന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ നോക്കുകയാണ്. അങ്ങനെ കണ്ണ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്
ലിപ്സിന് ഞാൻ അതൊരു ലിപ് ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഒരു റെഡ് പോലെ ത്രെഡ് സ്പെഷ്യൽ അടിപൊളി റെഡ് കളറാണ് മുപ്പത്തി ലിപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിപ് ലൈനർ കുറച്ച് റെഡല്ല, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഞാൻ എടുത്തത്. ഞങ്ങളുടെ റെഡ് ലിപ്സ്റ്റിക്ക് റെഡ് കളർ മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ് എടുത്തത്. ആ കളറായിട്ട് കുറച്ച് ചെറിയ കളറാണ്, പക്ഷേ ആ കളർ അല്ല പെർഫെക്റ്റ് ആയിട്ട്. നോക്കട്ടെ ഞാൻ എക്സ്ട്രാ എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന്. കൂടെ ചെയ്ത സെറ്റാണ്. ഞാൻ കണ്ട് ചെയ്യാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഈക്വൽ സ്റ്റെൻസിൽസ് വെച്ചിട്ട് ചെയ്യാം. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാട്ടോ. മിനിസോ എന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ഐബ്രോ പെൻസിലാണ്. ഇറ്റ്സ് നൈസ്, നല്ലൊരു സാധനം. സോ ഇതാണ് എന്റെ ലേഡി ഗാഗാന്റെ ഫസ്റ്റ് ലുക്ക്. ഞാൻ കുറച്ച് ഇങ്ങനെയാണ് നമ്മളൊന്നും ലേഡി ഗാഗാന്റെ ഏതൊക്കെ എന്നാലും ഇൻസ്പയർഡ്. പിന്നെ ബ്ലോഗ് ഹെയർ, എന്റെ കപ്പാണ് ഇങ്ങനെയായിരുന്നു തോന്നുന്നു ഹെയർ സ്റ്റൈൽ. പിന്നെ ഹെയർ സ്റ്റൈൽ എടുത്ത് ഫോട്ടോസ്
ലുക്കിലേക്ക് പോവാ. സെക്കൻഡ് ലുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ലുക്കാണ് കേട്ടോ. കാരണം ഇവരെ കണ്ണില് ഇതാണ് ലുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് കണ്ണിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ആർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഐലൈനറും കാജലൊക്കെ വെച്ച് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ സ്പ്രെഡ് ആവുന്നില്ല. കാരണം കണ്ണിന്റെ മേലെയുള്ള ആർട്ടായിട്ട് നമുക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് നമുക്ക് എത്രത്തോളം ഇത് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് മേക്കപ്പിൽ ചെയ്ത പോലത്തെ ബേസ് മേക്കപ്പിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൗണ്ടേഷനും പിന്നെ കൺസീലറും പിന്നെ നമ്മുടെ കോൺടൂറിംഗ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യാം. ഞാൻ ഫൗണ്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ മിറർ ഓപ്പൺ ചെയ്യട്ടെ. ഒരു ലൈറ്റ് ലെയർ ഓഫ് ചെയ്തു. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കൺസീൽ ചെയ്യാം. അപ്പം അതും കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റേ നോസ് ഒക്കെ ഒന്ന് കോൺടൂർ ചെയ്യാം. ഞാൻ ഇന്നലെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് ചെയ്തത്. ഇനി ഞാൻ കുറച്ച് ലൈറ്റർ ഷെയ്ഡിലാണ് ചെയ്യുന്നത്. ലൈറ്റർ ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഡാർക്ക് ഷെയ്ഡിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. ആവുന്നില്ല. അപകടം പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ട് ആദ്യം നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ഐ ഷാഡോ കൊടുക്കാം. ഒരു ഷിമ്മർ ഷെയ്ഡാണ് ചെയ്തു. ഇനി നമുക്ക് ഈ ആർട്ട് ചെയ്യാം. പെയിന്റിങ് ഞാൻ മനസ്സിലാവുന്നില്ല. ഇത് ആദ്യം ബ്രോസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഐബ്രോ ചെയ്തിട്ടില്ല. ഐബ്രോ ആദ്യം ചെയ്യാം. നല്ല തിക്കായിട്ടാണ് ഐബ്രോസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് നമ്മൾ ലാസ്റ്റ് മേക്കപ്പിൽ ചെയ്തതിൽ ഒന്നുകൂടി തിക്കായിട്ടാണ് ഐബ്രോസ്. കുറച്ച് ഡാർക്ക് കളർ ബ്രൗണ് കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഐ ഷാഡോ വെച്ചിട്ട് തന്നെയാണ് ബ്രോസ് ചെയ്യുന്നത്. രാക്ഷസിനെ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കട്ടിയാക്കണം. ഐഷാഡോ വെച്ച് ചെയ്യുമ്പോൾ അവരുടെ പെർഫെക്ഷൻ കിട്ടില്ല. എന്നാലും ഒപ്പിച്ച് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ പെയിന്റിങ് ചെയ്യാം. ശരിക്കും സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഫസ്റ്റ് ഞാൻ വിചാരിക്കുക കാജൽ വെച്ചിട്ട് ട്രൈ നടത്താം. വർക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഐലൈനർ നോക്കാം. കാരണം ഐലൈനർ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഞാൻ തുടങ്ങാണ്. അത് കുട്ടികൾ മല ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീലാണ് കേട്ടോ എനിക്ക്. ഞാൻ കുറെ മല കണ്ണിന്റെ പിരിയത്തിന് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഇവിടെ വരെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചും കൂടെ തിന്ന വേർഷനാണ് അവളുടെ. എൻ്റെ ഒരു മാതിരി കരിയമ്പാൻ്റെ വരെ പോയി ഒരു കാട്ടുവാസി ചായലുള്ള സ്റ്റൈലിൽ പോയി ട്രൈബൽ അയ്യേ. എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി നല്ല വൃത്തികേടാവുന്നതെന്ന്. പക്ഷെ വെച്ചിട്ട് ഞാൻ ചെയ്യും. ഈ കൈ കണ്ണ് ഇത് കംപ്ലീറ്റ് ആയിട്ടോ. ഇവിടെ ഉണ്ട്. ഫസ്റ്റ് സൈഡ് ഇതുപോലെ ഇല്ലെങ്കിലും ഞാൻ ഒപ്പിച്ചിട്ട് ഇത്രയൊക്കെ സത്യമായിട്ട് ഒരു കാജൽ വെച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രോപ്പർ പ്രൊഫഷണൽ സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് ചെയ്തതാണ്. ഇപ്പം നമുക്ക് അടുത്ത കണ്ണുകൂടെ സെറ്റ് ആക്കാം. ഞാൻ ഈ പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഐലൈനർ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ മേൽഭാഗത്ത് എന്തായാലും കൺവെൻഷൻ യൂസ് ചെയ്തിരുന്നു. ജസ്റ്റ് ട്രയലാണ്. സക്സസ് ആവാറില്ല. ഈ ഏരിയയിൽ പിന്നെയും കൺവെൻഷൻ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. ഈ കണ്ണിന്റെ മുകളിൽ ചെയ്യേണ്ടത്. പിന്നെ ഐലൈനർ കുറച്ച് റിസ്ക്. ഐലൈനർ വെച്ച് ട്രൈ ചെയ്ത് നോക്കാല്ലേ. കണ്ണിന്റെ കലാപരിപാടികൾ ചെയ്തിട്ട് നമുക്ക് കണ്ണൊന്ന് എഴുതാനുണ്ട്. കുറച്ച് ഡാർക്കായിട്ട് മേലെയും താഴെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ചെയ്യാം. മോളും ഓൾമോസ്റ്റ് രണ്ടും താഴെ ഐലൈനർ വെച്ചിട്ട് ചെയ്തു. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കാതിൽ വെച്ചിട്ട് അടിയിൽ കൊടുക്കുകയാണ്. കണ്ണ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് ഒന്ന് മസ്കാരയും കൂടെ കൊടുക്കട്ടെ. സോറി, മസ്കാരയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് കംപ്ലീറ്റ് ആയി. ഫൈനലായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ചെയ്യാം. ഞാൻ ആദ്യം ഒരു ലിക്വിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ലൈറ്റർ ആയിട്ടുള്ള മാറ്റ് ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ച് ന്യൂഡ് ഷെയ്ഡാണ് ലിപ്സിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷേ
ഇത് ഒന്നും കൂടെ ലൈറ്റർ ആവണ്ട, അതാണ് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ലൈറ്റ് ആയിട്ട് ന്യൂഡ് കളർ ഉണ്ട്. യെസ്, നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് നോക്കാം മാച്ച് ഉണ്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും ചാലഞ്ച് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടോ ആ കണ്ണിലെ കരിയൊക്കെ കുറച്ച് കളയാൻ വേണ്ടിയിട്ട്. ആ കൺമശിയൊക്കെ നല്ല ഒട്ടി നിന്നിട്ടേ ആകെ ബുദ്ധിമുട്ടായി. കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കഴുകി വരുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നിങ്ങളാണ് ഞങ്ങളുടെ ജഡ്ജ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ് ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് ചെയ്തത്, ആരാണ് ഒന്നും കൂടെ നമ്മുടെ ലേഡി ഗാഗേൻ്റെ ലുക്ക് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു എന്താ പറയുക ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്തത് എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.